നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അതിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ സ്റ്റഡിയാണ്. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഡീവിയേഷൻ ദർ ആർ ടു ടൈപ്പ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോ എന്നുള്ള ഡീവിയേഷൻ്റെ നേച്ചർ അനുസരിച്ച് രണ്ട് തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ്: ഒന്നാമത്തെ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, രണ്ടാമത്തെ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് റൗൾസ് ലോ എന്ന്? എന്തുകൊണ്ടായിരിക്കും? റൗൾസ് ലോ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, പേപ്പർ പ്രഷർ നോ ഫ്രാക്ഷൻ കർവ് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PA = P0A × കൈ ഇക്വേഷനൊക്കെ പഠിച്ചു. റൗൾസ് ലോ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷർ കിട്ടുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നതിൽ മനസ്സിലാക്കാനുള്ളത്. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടുന്നു എന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. വേപ്പർ പ്രഷർ റൗൾസ് ലോനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷർ കിട്ടുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷനും, കുറവ് വേപ്പർ പ്രഷർ കിട്ടുകയാണെങ്കിൽ സൊല്യൂഷന് കാണിക്കുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ഈ ഗ്രാഫ് കൂടി വരച്ച് ക്ലിയർ ആവും. ഗ്രാഫ് വരച്ച് പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് അവസാനം വരയ്ക്കും. ഇനി എന്തുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തുകൊണ്ട് റൗൾസ് ലോനേക്കാൾ കൂടുതൽ വന്നു? അതിന് കാരണം എന്തായിരിക്കും? അതിന് എക്സാമ്പിൾ ഇതൊക്കെയാണ് ഞാൻ അടുത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ടോട്ടൽ വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ കൂടിയത്? ഒരു സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ടാവുക? സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അപ്പോൾ സൊല്യൂട്ട്, സോൾവെന്റ് അല്ലെങ്കിൽ രണ്ട് കമ്പോണൻറ്റ്. ഈ കമ്പോണൻസിൻ്റെ ആരുടെയെങ്കിലും വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കൂടുതലായത് എന്നാണ് പറയുന്നത്. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണൻറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കൂടിയ വേപ്പർ പ്രഷർ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റൗൾസ് ലോ അനുസരിച്ച് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ഡീവിയേഷനിൽ വിടുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുതൽ വരുന്നത് ഏതെങ്കിലും കമ്പോണൻസിന്? എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണമാണ് സൊല്യൂട്ട് സോൾവെന്റ്. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണൻറ്റിലും ഒറ്റയ്ക്കുള്ള ഇൻട്രാക്ഷനാണ് സൊല്യൂട്ട് സോൾവെന്റ് എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് സോൾവെന്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. BB ഇൻട്രാക്ഷനാണ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. അപ്പോൾ രണ്ട് കമ്പോണൻറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ള ഇൻട്രാക്ഷനാണ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോൾവെന്റ് ഇൻട്രാക്ഷൻ. ഇനി അത് ചേർന്ന് സൊല്യൂഷൻ ആയി കഴിഞ്ഞപ്പോൾ അവിടെ വരുന്ന ഇൻട്രാക്ഷനാണ് സോൾവെന്റ് ഇൻട്രാക്ഷൻ. ഇൻ സൊല്യൂഷൻ്റെ കേസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ സൊല്യൂഷൻ the solute-solvent interaction will be less than solute and solvent interaction. അപ്പോൾ സൊല്യൂഷനിൽ രണ്ടുപേരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ സോൾവെന്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഉള്ള ഇൻട്രാക്ഷനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് സൊല്യൂട്ട് സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് സൊല്യൂഷനിലെ കൂടുതൽ ലിക്വിഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുന്നു. ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പറായി മാറുന്നു. എസ്കേപ്പ് ടെൻഡൻസി കൂടുന്നു. കാരണം അത് തമ്മിൽ ഇൻട്രാക്ഷൻ കുറവാണ്. അപ്പോൾ മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ വേപ്പറായിട്ട് പോകുന്നു. കൂടുതൽ മോളിക്യൂൾസ് വേപ്പറായി പോകുന്നു. അങ്ങനെ വേപ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ കൂടുന്നു. അതാണ് വേപ്പർ പ്രഷർ കൂടുന്നതിനുള്ള കാരണം, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനുള്ള കാരണം. ഇനി അതിനൊരു എക്സാമ്പിൾ കൂടി പറയുന്നു. എത്തനോൾ ആൻഡ് അസെറ്റോൺ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷൻ എക്സാമ്പിളാണ് മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് അസെറ്റോൺ. ഇവിടെ എന്തായിരിക്കും കാരണം? അസെറ്റോൺ എന്ന് പറഞ്ഞ മോളിക്യൂൾ സ്ട്രക്ചറൊക്കെ ഫോർമുലയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എഥനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH ഒരു ആൽക്കഹോളാണ്. അസെറ്റോൺ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. CH3COCH3 അസെറ്റോൺ. രണ്ടുപേരാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിൾ. മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് അസെറ്റോൺ. എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? എഥനോൾ മോളിക്യൂൾസ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. എഥനോൾ മോളിക്യൂൾസ് ആർ ഹൈഡ്രജൻ ബോണ്ടഡ്. എഥനോൾ മോളിക്യൂൾസ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് വഴി എഥനോൾ മോളിക്യൂൾസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ ഇതിലും എഥനോൾ മോളിക്യൂൾസും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. സൊല്യൂട്ട് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോൾവെന്റ് ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ് ഇവിടെ. ഇനി രണ്ടാമത്
അസറ്റോൺ ഇതിലേക്ക് ചേർക്കുമ്പോൾ എഥനോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാണ്. ഇടയിലിടയിൽ അസറ്റോൺ മോളിക്യൂൾ കയറി വരുന്നത് കൊണ്ട് എഥനോൾ മോളിക്യൂൾസിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് എഥനോൾ മോളിക്യൂൾസ് കുറച്ചുകൂടി ഫ്രീ ആവുന്നു. ഇൻ സൊല്യൂഷനിൽ എഥനോൾ മോളിക്യൂൾസ് കുറച്ചുകൂടി ഫ്രീ ആവുന്നു. അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവ് വരുന്നു. എസ്കേപ്പ് ടെൻഡൻസി ഇൻക്രീസസ് ഇൻ സൊല്യൂഷൻ. ദെർഫോർ ദി മിക്സ്ചർ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇനി അടുത്തത് ഗ്രാഫ് വരയ്ക്കുകയാണ്. വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് എങ്ങനെ വരയ്ക്കും? ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം ഐഡിയൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് വരയ്ക്കണം. അതിന് മുകളിലാണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ കർവ് കാണിക്കേണ്ടത്. ഐഡിയൽ സൊല്യൂഷനെ കഴിഞ്ഞ ദിവസം വരച്ചതാണ്. ഫസ്റ്റ് എ കമ്പോണൻറ്റ് P0A, സെക്കൻഡ് Y-axis P0B. ഇനി P0B സൊല്യൂഷൻ ഇൻ സൊല്യൂഷൻ P0A decreases and it becomes PA and at last it becomes 0. Mole fraction becomes 0. എയുടെ മോൾ ഫ്രാക്ഷൻ കൊടുക്കുമ്പോൾ 0 ആവുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയുന്നു. അങ്ങനെ 0യിൽ വെയിറ്റ് ചെയ്യുന്നു. അടുത്തത് ബി മോളിക്യൂൾസ് മാക്സിമം വേപ്പർ പ്രഷർ, then it decreases and it becomes 0 since chi B equal to 0 at the other axis. Chi A equal to 1, chi B equal to 0, chi A equal to 0, chi B equal to 1. Then total vapor pressure PB equal to in P0B changed to PB. Total vapor pressure peak point തമ്മിൽ ജോയിൻ ചെയ്യുന്നു. Total vapor pressure P equal to PA plus PB. ഇനി ഇപ്പോൾ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷനാണ്. ഇനി എങ്ങനെയാണ് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നത്? പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കാനായിട്ട് പാർഷ്യൽ വേപ്പർ പ്രഷർ ഗ്രേറ്റർ, ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഗ്രേറ്റർ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ആവാനുള്ള കാരണമാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പൗണ്ട് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി റോൾസ് ലോ. റോൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതാണ് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരുന്നത് പോസിറ്റീവ് ഡിവിയേഷൻ ആണ് എങ്ങനെയായിരിക്കും? റോൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ പറയുമ്പോൾ കർവ് മുകളിലേക്ക് കർവായിട്ട് വരയ്ക്കുന്നു. പാർഷ്യൽ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് റോൾസ് ലോ. അതുപോലെ ഓരോ ലൈനിനും മുകളിൽ ഒരു കർവ് വരയ്ക്കുക. പാർഷ്യൽ വേപ്പർ പ്രഷർ ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് റോൾസ് ലോ. ഈ ടോട്ടൽ വേപ്പർ പ്രഷറും ഇങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് റോൾസ് ലോ. റോൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ ടോട്ടൽ വേപ്പർ പ്രഷറും കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ ഐഡിയൽ സൊല്യൂഷൻ്റെ ലൈനിനേക്കാൾ മുകളിലും ഓരോ കർവ് വരയ്ക്കുന്നു. പോസിറ്റീവ് ഡിവിയേഷൻ ആണ് കാണിക്കാൻ മുകളിലേക്ക് കർവ് വരയ്ക്കുന്നു. ഇത്രയാണ് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡിവിയേഷൻ. ഇവിടെ ഒരു പോയിന്റ് കൂടി പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കാനുണ്ട്. There is an intermediate composition at which the vapor pressure is maximum. Vapor pressure maximum വരുന്ന ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. വേപ്പർ പ്രഷർ മാക്സിമം വരുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രാഫിലെ കർവില് വേപ്പർ പ്രഷർ മാക്സിമം വരുന്ന ഒരു പോയിന്റ് കിട്ടുന്നു. ആ പോയിന്റിനെ Q എന്ന് റെപ്രസെന്റ് ചെയ്യാം. കറസ്പോണ്ടിങ് കോമ്പോസിഷൻ മോൾ ഫ്രാക്ഷൻ R എന്നുള്ള കോമ്പോസിഷനിൽ മാക്സിമം വേപ്പർ പ്രഷർ കിട്ടുന്ന ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അതാണ് Q എന്ന് എഴുതിയിരിക്കുന്നത്. ഈ വേപ്പർ പ്രഷർ മാക്സിമം വേപ്പർ പ്രഷർ വരുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ്, ആ പോയിന്റിന്റെ കോമ്പോസിഷൻ പറയുന്ന പേരാണ് അസിയോട്രോപ്പ്. ദ പോയിന്റ് അറ്റ് വിച്ച് വേപ്പർ പ്രഷർ മാക്സിമം ഈസ് കോൾഡ് അസിയോട്രോപ്പ്. ദ പർട്ടിക്കുലർ കോമ്പോസിഷൻ ഈസ് കോൾഡ് അസിയോട്രോപ്പ്. ഇതാണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ മാറ്റം വരാതെ ബോയിൽ ചെയ്യുന്ന ലിക്വിഡ് മിക്സ്ചേഴ്സിനെയാണ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയുള്ള കോമ്പോസിഷനിൽ ഈ ലിക്വിഡ് മിക്സ്ചർ A and B മിക്സ്ചർ ഡിസ്റ്റിൽ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ, കോമ്പോസിഷനിൽ മാറ്റം വരാതെ ബോയിൽ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനാണ് R എന്നുള്ള കോമ്പോസിഷൻ. അതിന് പറയുന്നവരാണ് അസിയോട്രോപ്പ്. അപ്പോൾ എന്താണ് അസിയോട്രോപ്പ് എന്ന് ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്. ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ എന്ന് പറയും. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ. അതിൽ മാക്സിമം ബോയിലിംഗ് പോയിന്റ്, മാക്സിമം വേപ്പർ പ്രഷർ വരുന്ന പോയിന്റാണ് ഇവിടെ അസിയോട്രോപ്പ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, Q എന്നുള്ള പോയിന്റ്.
വേപ്പർ പ്രഷർ മാക്സിമം ആണെങ്കിൽ അവിടെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? വേപ്പർ പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. മിനിമം ബോയിലിംഗ് വേപ്പർ പ്രഷർ മാക്സിമം ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. രണ്ട് തരത്തിലുള്ള അസിയോട്രോപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഡീവിയേഷനിലെ അസിയോട്രോപ്പ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഡീവിയേഷനിൽ വരിക മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എന്തുകൊണ്ടാണ് മിനിമം ബോയിലിംഗ് പോയിന്റ് ആയത്? ഇവിടെ മാക്സിമം വേപ്പർ പ്രഷർ വരുന്ന പോയിന്റ് ആണ് അസിയോട്രോപ്പ് ആയിരിക്കുന്നത്. വേപ്പർ പ്രഷർ ഏറ്റവും കൂടിയ പോയിന്റ്, വേപ്പർ പ്രഷർ വൈ ആക്സിസിലാണ്. വൈ ആക്സിസിലെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് ഇവിടെ അസിയോട്രോപ്പ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വേപ്പർ പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഡെഫിനേഷൻ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. വേപ്പർ പ്രഷർ എപ്പോഴാണോ അറ്റ്മോസ്ഫിയർ പ്രഷറിന് തുല്യമാവുന്നത് ആ ടെമ്പറേച്ചറിൽ ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നു. ഇവിടെ വേപ്പർ പ്രഷർ വളരെ കൂടിയതുകൊണ്ട് അത് അറ്റ്മോസ്ഫിയർ പ്രഷറിന് പെട്ടെന്ന് തുല്യമാവുകയും ഒരു ചെറിയ ബോയിലിംഗ് പോയിന്റിൽ ഈ അസിയോട്രോപ്പ് ബോയിൽ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതിന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഡീവിയേഷനിൽ പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഒന്നുകൂടി ഇത് പറയാം. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. രണ്ട് തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. എന്തുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടായി? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് റോൾസ് ലോ. റോൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതാണ് ഡോട്ടഡ് ലൈൻ. അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് കർവായിട്ട് വരയ്ക്കുന്നു പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ്. അത് എന്തുകൊണ്ടാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടിയത്? ഒരു കമ്പോണന്റ് വേപ്പർ പ്രഷർ എങ്കിലും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണന്റ്, ഏതൊരു ഒരു കമ്പോണന്റ് എങ്കിലും പാർഷ്യൽ വേപ്പർ പ്രഷർ റോൾസ് ലോനേക്കാൾ കൂടുതൽ കാണപ്പെടുകയാണ്. അതുകൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ കൂടിയത്. എന്തുകൊണ്ടാണ് കമ്പോണന്റ് വേപ്പർ പ്രഷർ കൂടിയത്? സൊല്യൂട്ടും സോൾവന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, സൊല്യൂഷനിലെ സൊല്യൂട്ടും സോൾവന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണുള്ളത്. അത് ഇതിനൊക്കെ കുറവായിരിക്കും. സൊല്യൂട്ട് തന്നെ ഇരിക്കുമ്പോഴോ സോൾവെന്റ് തന്നെ ഇരിക്കുമ്പോഴോ ഉള്ള ഇൻട്രാക്ഷനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റ് തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ലിക്വിഡ് മോളിക്യൂൾസ് സൊല്യൂഷൻ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യും, വേപ്പറായി പോകും, എസ്കേപ്പ് ടെൻഡൻസി കൂടുകയും ചെയ്യും. അങ്ങനെ വേപ്പർ പ്രഷർ കൂടുന്നു. ഉദാഹരണം എഥനോൾ ആൻഡ് അസെറ്റോൺ. എഥനോൾ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്റ്റഡ് ആണ്. അസെറ്റോൺ മോളിക്യൂൾ അതിൽ ചേർക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അതിനെ കൂടുതൽ വേപ്പറായിട്ട് പോകാനുള്ള കഴിവുണ്ടാകുന്നു. അങ്ങനെ വേപ്പർ പ്രഷർ കൂടുന്നു. അടുത്തത് ഗ്രാഫ് വരയ്ക്കുന്നത് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ പ്ലോട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് there is an intermediate composition at which the vapor pressure is maximum. വേപ്പർ പ്രഷർ മാക്സിമം ആവുന്ന ഒരു കോമ്പോസിഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്പ്. എന്താണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ? ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. കോമ്പോസിഷന് മാറ്റം വരാതെ ഡിസ്റ്റിൽ ചെയ്യുന്ന ലിക്വിഡ് മിക്സ്ചേഴ്സ് ആണ്. എ എൻ ബി മിക്സ്ചർ ആണ്. അതിനെ വിളിക്കുന്നതാണ് അസിയോട്രോപ്പ്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ അസിയോട്രോപ്പിന്റെ പ്രത്യേകത എന്താണ്? It is minimum boiling azeotrope. There are two types of azeotropes, minimum boiling and maximum boiling. In this positive deviation, it is a minimum boiling azeotrope because maximum vapor pressure. Therefore, minimum boiling point, a minimum boiling azeotrope.